ഹായ് ഫ്രണ്ട്സ്, സ്പെൽസ് ഓഫ് ഗോഡ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ നമ്മുടെ പൊട്ടുകൾ, എല്ലാവരുടെ വീട്ടിലുള്ള പൊട്ടുകൾ കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ. ഇത് വെറും സിമ്പിളായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമുക്ക് സ്വിച്ചുകൾ ഒത്തിരി കാണും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്രായമായവരും കുട്ടികൾക്കും അവർക്ക് സ്വിച്ച് കറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ നമുക്ക് 2 സ്വിച്ച് നമുക്കിത് സ്ഥിരം ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി സ്വിച്ചുകളൊന്നും ഉപയോഗമില്ലാത്തതാണ്. പക്ഷേ പ്രായമായവർക്കൊക്കെ അതിലൊരു കൺഫ്യൂഷൻ വരാം ഏതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരാതെ ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ എന്നും സ്ഥിരം ഉപയോഗിക്കുന്ന സ്വിച്ചുകളിൽ ഇതുപോലെ ഒരു പൊട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അതാണെന്നുള്ളത്, മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ എല്ലാ സ്വിച്ചും ഇട്ട് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുകയും വേണ്ട. അപ്പം ആവശ്യത്തിന് മാത്രം സ്വിച്ച് ഓണാക്കിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ തന്നെ നമ്മുടെ ഇപ്പുറത്ത് ഉള്ളത് അത് ഫാൻ്റെ സ്വിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ അതിലും ഒരു പൊട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ബ്ലാക്ക് കളർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് അത് കൺഫ്യൂഷൻ ഇല്ലാതെ അത് മാത്രമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ നൂലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പിരിന്നു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇത് പിരിന്നു പോകും. അപ്പോൾ പിരിന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്കത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ എൻഡ് ഭാഗം കണ്ടുപിടിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. പെട്ടെന്ന് ചിലപ്പോൾ കുരുങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എൻഡ് ഭാഗം കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പം ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എൻഡ് ഭാഗം കണ്ടുപിടിക്കാനും വളരെ എളുപ്പമായിരിക്കും. ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ സെല്ലോ ടേപ്പുകളൊക്കെ ഇങ്ങനെ പിരിന്ന് പോകുന്ന ടൈപ്പുകൾ കാണുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ പൊട്ടൊട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ തന്നെ അങ്ങനെ പിരിന്ന് പോവാതിരുന്നോളൂ. പിന്നെ നമുക്ക് സാധാരണ സെല്ലോ ടേപ്പുകളുടെ എൻഡ് ഭാഗം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കത്തില്ല, എപ്പോഴും വലിയ പാട് തന്നെ ആയിരിക്കും. അതിന് വേണ്ടി നമുക്ക് ആ ഭാഗത്ത് എൻഡ് ഭാഗം വരുന്നിടത്ത് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്താൽ ഉപയോഗമായിരിക്കും. അപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ കലണ്ടറുകളിൽ നമ്മൾ സ്ഥിരം നമ്മുടെ ഗ്യാസ് അതും ഇതുമൊക്കെ മേടിക്കുന്ന എല്ലാം നമ്മൾ അടയാളപ്പെടുത്തിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിന് അടയാളപ്പെടുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പൊട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കഥാബുക്കുകളോ ഏതെങ്കിലുമൊക്കെ നമ്മൾ വായിച്ചിട്ട് ചിലപ്പം പേജുകൾ അറിയാൻ പറ്റാതിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം. പൊട്ടിൻ്റെ മധ്യഭാഗം വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ മടക്കി പേജിൻ്റെ മടക്കി വരുന്ന കണക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഇനി എത്ര നമ്മൾ മടക്കി വെച്ചിരുന്നാലും നമുക്ക് അതിൻ്റെ ഭാഗം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇതേപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ പേജ് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. പൊട്ടെടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി അപ്പുറവും ഇപ്പുറവും വരുന്ന രീതിയിൽ മടക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏത് ഇതായാലും നമുക്കങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പം നോട്ട്സുകളാണ് നമുക്ക് എഴുതി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ട്സുകളോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ എഴുതി വെക്കുന്നതെങ്കിലും അതും ഇതേപോലെ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഉപകാരമുള്ള സിമ്പിൾ ടിപ്സുകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാവർക്കും നമുക്ക് വീട്ടിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു, ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.